Bismillahirrahmanirrahim. As-salatu was-salamu ala Rasulillah. This time I wish to show you how to create a Sila manifest or Sila Bayan from the very beginning, including the vehicle registration for exiting out from UI through Al-Ghuwaifat or Sila border. Dear friends, അധികം കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു ബയാൻ ഒരു തുടക്കം മുതൽ അവസാനം വരെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സായിട്ട് കാണിച്ചു തരാം. ഇതധികം പ്രയാസമില്ലാത്ത ഒരൊറ്റൊരു മെയ്ഡിൻ മാത്രമുള്ള ഒരു വെഹിക്കിളിൻ്റെ ബയാനാണ്. നമുക്കതിൻ്റെ ഓർഡറിൽ തന്നെ വരാം. ഫസ്റ്റ് വെഹിക്കിൾ നമ്പർ 79819 സില കസ്റ്റംസിലേക്ക് വന്നു, അകത്ത് വന്നു. ഇത് പോകുന്ന വണ്ടിയാണ്, സൗദി അറേബ്യയിലേക്ക് പോകുന്ന വണ്ടിയാണ്. ഡ്രൈവർ നമ്മൾ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡ്രൈവർ അടുത്തുനിന്ന് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യുക. ഡ്രൈവറുടെ കയ്യിൽ സാധാരണ കേസിൽ നമ്മൾ എക്സിറ്റിൽ ഡോക്യുമെൻറ്റ്സ് ഒറിജിനൽ ആവശ്യമില്ല, കോപ്പി മതി. ഫാക്സ് ആയിട്ടോ ഇമെയിലായിട്ടോ കിട്ടിയ കോപ്പി മതി. ഇനി ഡ്രൈവർ ഒറിജിനൽ തന്നെ കോപ്പി എടുത്തിട്ട് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, ഈ ഒറിജിനൽ ഇൻവോയ്സും പാക്കിംഗ് ലിസ്റ്റും ഡ്രൈവർക്ക് തിരിച്ചു കൊടുക്കാറാണ്. കാരണം ഏതൊരു കസ്റ്റംസിലും എൻട്രിയിലാണ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വേണ്ടത്. അതായത് നമ്മൾ ചില കസ്റ്റംസിൽ തന്നെ എൻട്രി സെക്ഷനിൽ ദുഹൂലിലെ ഇസ്തിറാദ് ബയാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വേണം. ഇവിടെ എക്സിറ്റിൽ തസ്ദീറിൽ തസ്ദീറിൽ കോപ്പി മതി. ചുരുക്കത്തിൽ ഡ്രൈവറെ കയ്യിൽ നിന്ന് നമ്മൾ ഇൻവോയ്സും സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനും വാങ്ങി. നോക്കാം, ഇത് ആ ഡ്രൈവർ കൊണ്ടുവന്ന ഇൻവോയ്സ് ആണ്, B1008. ഇവിടെ ഇൻവോയ്സ് നമ്പർ കാണാം. ഏതൊരു ഇൻവോയ്സിനും ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും, അതിൻ്റെ ഒരു ഡേറ്റ് ഉണ്ടാവും. അത് ആ കമ്പനിയുടെ ഷിപ്മെൻറ്റ് നടത്തുന്ന കമ്പനിയുടെ ഹെഡ് ലെറ്ററിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിലുള്ള ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കുക, അതിൻ്റെ വാല്യൂ, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിന് എങ്ങനെയാണ് അതിൻ്റെ പാക്കേജ്, കർത്തൂൺ, അതിൻ്റെ വെയ്റ്റ്, അതിൻ്റെ HS കോഡ്, റംസ്മനക്സ്, പിന്നെ അത് എത്ര എണ്ണുണ്ട്, പിന്നെ അതിൻ്റെ അറബിയിലുള്ള തഫ്സീൽ, ഡിസ്ക്രിപ്ഷൻ, പിന്നെ അതിൻ്റെ മുൻഷ, അൽസ്യൂൻ ചൈന. ഇത് അറബിയിൽ പ്രിപ്പയർ ചെയ്ത ഒരു ഇൻവോയ്സ് ആണ്. അറബിയാണ് പ്രിഫറൻസ് ലാംഗ്വേജ്. അതേസമയം ഇംഗ്ലീഷിലുള്ള ഇൻവോയ്സും ഉപയോഗിക്കാറുണ്ട്. ആസ് പെർ ദ കസ്റ്റംസ് റൂൾസ് അറബി ആവശ്യപ്പെടാനുള്ള റൈറ്റ്സ് കസ്റ്റംസിനുണ്ട്. ആവശ്യപ്പെട്ടാൽ സബ്മിറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്, മാൻഡാറ്ററി ആണ്. ഇനി അതിൻ്റെ ഇൻവോയ്സിൻ്റെ ടോട്ടൽ വാല്യൂ, ടോട്ടൽ വെയ്റ്റ്, ടോട്ടൽ വാല്യൂ, ഇൻവോയ്സിൻ്റെ എമൗണ്ട്, വാല്യൂ, പിന്നെ ഇവിടെ ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, അത്യാവശ്യം വേണ്ട ഒരു മിനിമം റിക്വയർമെൻറ്റ് കവർ ചെയ്തിട്ടുള്ള ഒരു ഇൻവോയ്സാണ്. സ്റ്റാമ്പും സിഗ്നേച്ചറുണ്ട്. ഈ ഇൻവോയ്സിന് ലീഗലൈസേഷൻ നടക്കുന്നത്, എല്ലാം ചാമ്പർ ചെയ്യുന്നത് ദുബായ് ചാമ്പറിലാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഈ കാണുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനാണ് ഇപ്പോൾ ലിസ്റ്റിൽ കാണുന്നത്. ദുബായ് ചാമ്പർ ഓഫ് കൊമേഴ്സ് എന്ന് അറ്റസ്റ്റ് ചെയ്തതാണ്. ഇവിടെ സെയിം ഡീറ്റെയിൽസ്, ഷിപ്മെൻ്റ് അലിയാസ്മീൻ ട്രേഡിങ്, അതിൻ്റെ അഡ്രസ്, പിന്നെ അത് എങ്ങോട്ടാണ് പോകുന്ന കൺസേനി, ഇറ്റ്സ് ഗോയിങ് ടു മോസസ അലി അബ്ദുൽ അൻസി തിജാരിയ മംലക്കത്തുൽ അറബിയത്ത് സൗദി, ഇറ്റ്സ് ഗോയിങ് ടു സൗദി. ഇനി ഇവിടെ സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടാവും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് സർട്ടിഫിക്കറ്റ് നമ്പർ, അല്ലെങ്കിൽ റക്കം ഷഹാദ മുൻഷ റക്കം എന്ന് പറയുന്ന ഈ നമ്പറാണ്. ഇനി ചാമ്പർ മാറുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ലൊക്കേഷനിൻ്റെ സ്റ്റൈലൊക്കെ മാറും, എന്നാലും ഇതിൻ്റെ കണ്ടൻറ്റ് എല്ലാ കോമ്പണൻസും ഉണ്ടാവും. ഇനി ഞാൻ അത്യാവശ്യമുള്ള ഭാഗം മാത്രം പറയുന്നുള്ളൂ. കൺട്രി ഓഫ് ഒറിജിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ അൽസ്വീൻ മീൻസ് ചൈന മാത്രമുള്ള ഒരൊറ്റൊരു ഒറിജിനുള്ള ഇൻവോയ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനാണ്. വെരി സിമ്പിളാണ് ഇത് അടിക്കാൻ. പിന്നെ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഇവിടെ താഴത്ത് കാണാം.
ഇനി നമുക്ക് നോക്കൂ, ഇവിടെ കാണാം അലിയാസ്മിൻ്റെ പേരിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഇൻവോയ്സും ഇൻവോയ്സിൻ്റെ കറസ്പോണ്ടിങ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനും ഡ്രൈവർ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തു. എന്നിട്ട് കോപ്പി എടുത്ത് ഒറിജിനലിൽ തിരിച്ചു കൊടുക്കുക. കൂടാതെ ഇനി നമുക്ക് വേണ്ടത് ഡ്രൈവറുടെ മുൽക്കിയനെ കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. മുൽക്കിയ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഇനി വേണ്ടത് നമ്മുടെ ഓഫീസിൻ്റെ ഒരു പേപ്പർ, ഒരു ഫോർമാറ്റ്, ഒരു പെർഫോമ ഫില്ല് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യണം. പിന്നെ ഈ ഷിപ്മെൻറ്റിൻ്റെ ഇൻവോയ്സ് അലിയാസ്മിൻ ആണ്. അലിയാസ്മിൻ നമ്മളെ ക്ലിയറിംഗ് ഏജൻറ്റ് നമുക്ക് ട്രാൻസ്പോർട്ടിന് ഇഷ്യൂ ചെയ്ത, ചാമ്പറിൽ അറ്റസ്റ്റ് ചെയ്ത, അതിന് ശേഷം കസ്റ്റംസിൽ രജിസ്ട്രേഷൻ നടത്തിയ ഓതറൈസേഷൻ ലെറ്റർ അഥവാ തഫ്വീലിൻ്റെ ഒരു കോപ്പി അറ്റാച്ച് ചെയ്യണം. നോക്കൂ, ഇവിടെ ഇതൊരു കംപ്ലീറ്റ് സെറ്റായിട്ടാണ് വെച്ചത്. ഇത് രണ്ടും ഡ്രൈവർ തന്നു. നോക്കൂ, ഇതാണ് ഓതറൈസേഷൻ ലെറ്റർ, അതിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഇവിടെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ചാമ്പർ അറ്റസ്റ്റേഷൻ. ചില സമയത്ത് ഇവിടെ ഇങ്ങനെ ചാമ്പർ അറ്റസ്റ്റേഷൻ കാണാറുണ്ട്. ഇനി നോക്കുക, കസ്റ്റംസ് രജിസ്റ്റർ ചെയ്തു. കസ്റ്റംസിൻ്റെ തഫ്വീൽ നമ്പറാണ് ഈ കാണുന്നത്. ഇത് അതിൻ്റെ റംസുൽ അമീൽ ഇമ്പോർട്ടർ കോഡാണ്. ഓക്കെ, ഇനി ഇതാണ് ഞാൻ പറഞ്ഞ പെർഫോമ അറ്റാച്ച് ചെയ്യുന്നത്. പെർഫോമ വെരി സിമ്പിളാണ്. ഈ നമ്പർ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സൊക്കെ വാങ്ങിയിട്ട് കസ്റ്റംസിൽ ഒരു പുതിയൊരു ജോബ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കസ്റ്റംസ് പ്രോഗ്രാം തരുന്ന ആ നമ്പർ പകർത്തി എഴുതാണ്. ഈ നമ്പർ ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ബയാൻ അടിക്കുന്ന സമയത്ത് കാണാം. ബയാൻ ടൈപ്പ് ഇറ്റ്സ് നോട്ട് എക്സ്പോർട്ട്. കാരണം എന്താണ്, അത് മെയ്ഡ് ഇൻ ചൈന ആണ്. അപ്പോൾ റീ എക്സ്പോർട്ട് ചെയ്യാതെ തസ്തീറാണ്. ഇനി ഹൗ മെനി ട്രക്സ്, ഒരു സിംഗിൾ ട്രക്കാണ്. പിന്നെ ആ ട്രക്കിൻ്റെ ഒന്നിലധികം ട്രക്ക് ഉണ്ടെങ്കിൽ ഓരോ ലൈനിലും ട്രക്ക് ഡീറ്റെയിൽസ് എഴുതുന്നു. ദിസ് ഈസ് ദ വെഹിക്കിൾ നമ്പർ, ദുബായ് രജിസ്റ്റേർഡ് വണ്ടിയാണ്, വോൾവോ ത്രില്ല, നജാർ അബ്ദുൽ മുനോയിം, ആള് സുദാനിയാണ്, ഇബ്ൻ നൈലാണ്. ഇനി നെക്സ്റ്റ് നൗൽ ഹമൂല. ഈ ഷിപ്മെൻറ്റിലുള്ള ഇൻവോയ്സിലുള്ള സാധനങ്ങൾ എന്താണ്? വെഹിക്കിൾ ആക്സസറീസ് ആണ്. ആക്സസറിയാത്ത് സയ്യാറ, വെഹിക്കിൾ ആക്സസറീസ് ആണ്. പിന്നെ ബൽദുൽ മഖ്സദ്, ഗോയിങ് ടു വേർ, സൗദി. ഇത്ര എഴുതുക. നമ്മളെ ട്രാൻസ്പോർട്ടിൻ്റെ ഹെഡ് ലെറ്ററുള്ള ഒരു ഫോർമാറ്റ് നമ്മളെ ഓഫീസിലുണ്ട്. എൻട്രിക്കാണ് വേറെ, എക്സിറ്റിലാണ് വേറെ ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും പേപ്പേഴ്സ് സ്റ്റാക്കായിട്ട് ഇതേ ഓർഡറിൽ വെച്ചതിന് ശേഷം സ്കാൻ ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൽ കമ്പ്യൂട്ടറിൽ എടുത്ത് വെക്കുക. നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുജിറ്റ്സോൻ്റെ ലേറ്റസ്റ്റ് സ്കാനറിൽ ഈ പേപ്പേഴ്സ് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് സ്കാനറിലെ ബട്ടൺ അടിച്ചാൽ ജസ്റ്റ് ഒരു സിംഗിൾ പ്രസ് മതി, ഡയറക്റ്റായിട്ട് ഇത്രയും ഫയൽസ് ഒരു PDF ഫയലായിട്ട് കമ്പ്യൂട്ടറിലേക്ക് സേവ്ഡ് ആവും. വെരി ഈസി ആൻഡ് സിമ്പിളാണ്. നോക്കാം. ഇനി ബയാൻ അടിച്ചു തുടങ്ങാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബയാൻ അടിച്ചു തുടങ്ങാം. നമുക്ക് ബയാൻ തുടങ്ങാനായിട്ട് നമ്മളെ യൂസറിനും പാസ്വേഡും കൊടുത്തു കയറി. ഇനി നോക്കാം. ഷോർട്ട് കസ്റ്റംസ് ബില്ല് ചൂസ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മൾ റീ എക്സ്പോർട്ടാണ് ചൂസ് ചെയ്തത്. കാരണം അറിയാലോ, ചൈനൻ്റെ പ്രോഡക്റ്റാണ്, അതുകൊണ്ട്. നെക്സ്റ്റ്, അതിന് ശേഷം ഇവിടെ നോക്കുക. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എല്ലാ ലിസ്റ്റും എടുക്കുന്നത്. ഓരോ ചാമ്പർ ഇവിടെ കാണാം. ഫുജൈറ, റസഖൈമ, മുൽഖുവൈൻ, അജ്മാൻ, ഷാർഖ, ദുബായ്. ഇവിടെ നമുക്ക് ഏതാ ചൂസ് ചെയ്യേണ്ടത്? ഓഫ് കോഴ്സ് ദുബായ്. കാരണം ദുബായ് ചാമ്പർ ചെയ്തതാണ്, അത് ചൂസ് ചെയ്തു. ഇനി ഖാദിമ മീന്നുള്ളടുത്ത് കൊടുക്കേണ്ടത് ചൈന. ബിക്കോസ് അത് ചൈനയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ചൈന മെയ്ഡുള്ള സാധനങ്ങളാണ്. ഡെസ്റ്റിനേഷൻ എവിടേക്കാണ് പോകുന്നത്? സൗദി അറേബ്യക്ക്. സൗദി അറേബ്യ ഇവിടെ ഈ കസ്റ്റംസ് പ്രോഗ്രാമിൽ ഓരോരോ കൺട്രീസും ഒരു 3 ലെറ്റർ ആൽഫബറ്റ്സ് കോമ്പിനേഷൻ ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വെരി സിമ്പിളാണ്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതാ ഈ F9 അല്ലെങ്കിൽ ഈ ബട്ടൺ യൂസ് ചെയ്തിട്ട് എവിടെ കഴ്സർ കൊണ്ടുവച്ച് F9 അടിക്കാം. സാധാരണ യൂസ് ചെയ്യുന്ന കൺട്രീസിൻ്റെ ഒക്കെ 3 ഡിജിറ്റ്സ് ഒരു പ്രാവശ്യം നമ്മൾ അടിക്കുന്നതോടുകൂടി നമ്മൾ ബൈ ഹാർട്ട് ആവും. SAU സൗദി അറേബ്യൻ്റെത്, അത് ടൈപ്പ് ചെയ്തു. ഇവിടെ ടൈപ്പ് ചെയ്ത് ടാബ് അടിച്ചപ്പോൾ സൗദി അറേബ്യ ഇവിടെ പ്രിൻറ്റിൽ വന്നു, ഇവിടെ ഡിസ്പ്ലേയിൽ വന്നു. നെക്സ്റ്റ് പോയി ട്രക്ക് നമ്പറാണ് കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് റക്കം റഹ്ല ട്രക്ക് നോക്കാം.
ട്രക്ക് നമ്പർ നമ്മൾ കൊടുത്തു 79813 കൊടുത്തു, ടാബ് അടിച്ചു, ട്രക്ക് നമ്പർ കറക്റ്റാക്കി അടിച്ചു കേട്ടോ. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ സ്പീഡിനല്ല പ്രാധാന്യം, മറിച്ച് സ്പീഡിന് പ്രാധാന്യം ഇല്ല എന്നല്ല, ക്ലാരിറ്റിയാണ്, കൃത്യതയാണ്, കറക്ഷൻസ് ഇല്ലാണ്ടിരിക്കണം. കാരണം പഴയതുപോലെയല്ല, ഒരു മിസ്റ്റേക്കിന്, ചെറിയൊരു മിസ്റ്റേക്കിന് 500 ദിർഹംസൊക്കെയാണ് ഫൈന് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് മിസ്റ്റേക്ക് വരാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നോക്കുക എന്താ ചെയ്ത് നമ്മൾ ട്രക്ക് നാഷണാലിറ്റി 3, ഡ്രൈവർ നെയിം 3 അതെല്ലാം നമ്മൾ എഡിറ്റ് ചെയ്യും. കാരണം നമുക്ക് ട്രക്കിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം വേറൊരു സെക്ഷൻ പ്രധാനമായിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് നോക്കാം. ഏതായാലും ശരി, ഡിസ്ചാർജ് പോർട്ടലിൽ പോയി സൗദി അറേബ്യ കൊടുത്തു. കാരണം എന്താണ്, അൽ മക്കാന തഫ്രീഖ് ഇത് ഇറ്റ്സ് ഗോയിങ് ടു സൗദി അറേബ്യ. അപ്പം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ബഹ്റൈനിൽ പോലുള്ള വണ്ടി ഖത്തറിലേക്ക് വിടരുത്. നിങ്ങൾ ഇവിടെ പ്രത്യേകം തെറ്റാണ്ട് കറക്റ്റായിട്ട് എഴുതുക. ഇവിടെ സൗദിയിൽ പോകുന്ന വണ്ടി അടിച്ചു. ഇനി ബില്ല് ഇൻവോയ്സ്, ഇവിടെ അൽ പോലീസ് ഫാത്തൂർ എന്നുള്ള അർത്ഥം നമ്മളുടെ ഇൻവോയ്സ് നമ്പർ ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ഇൻവോയ്സ് നമ്പർ ഇവിടെ നോട്ട് ചെയ്തത് 100 B1008. ഇനി അടുത്ത ശ്രദ്ധിക്കുക, ഒരു മിനിറ്റ്. ഇവിടെ നമ്മൾ കസ്റ്റമറെ ചൂസ് ചെയ്യണം. അതായത് ഏത് കമ്പനിയാണ് ഈ ഷിപ്മെൻറ്റ് നടത്തുന്നത്, അതായത് നമുക്ക് ഏത് കമ്പനിയാണ് ഓതറൈസേഷൻ ലെറ്റർ. ഇതിവിടെ അൽ യാസ്മീനാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഏതാനും ചില എൻട്രീസ് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം HS കോഡ് നമുക്കറിയാം. ഐ എം റിയലി സോറി. റംസുൽ അമീല അഥവാ ഇമ്പോർട്ട് കോഡ് നമുക്കറിയാം. പക്ഷേ സെർച്ചിങ്ങിൻ്റെ പോസിബിലിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഇതാ എൻ്റർ എ പാർഷ്യൽ വാല്യൂ ടു ലിമിറ്റ് ദ ലിസ്റ്റ്, പെർസെൻറ്റേജ് ടു സീ ഓൾ വാല്യൂസ്. ആ പെർസെൻറ്റേജ് കൊടുത്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പെർസെൻറ്റേജ് കൊടുത്തിട്ട് നമുക്ക് പല രീതിയിൽ സെർച്ച് ചെയ്യും. ഇപ്പോൾ ഇവിടെ വരില്ല, കാരണം മീമ് കഴിഞ്ഞിട്ട് ഇല്ലാത്തതുകൊണ്ട് വരില്ല. അതേസമയം കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ലിസ്റ്റിൽ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇനി നോക്കുക, വാർണിംഗ്, എൻ്ററിങ് പെർസെൻറ്റേജ് ടു സീ ഓൾ വാല്യൂസ് മേ ടേക്ക് എ വെരി ലോങ് ടൈം. ഈ പെർസെൻറ്റേജ് അടിക്കുന്ന സമയത്ത് സെർച്ചിങ്ങിന് കുറച്ച് സമയം കൂടുതലെടുക്കും. കാരണം ഒരു നിങ്ങളുടെ ലിസ്റ്റിൽ ഡാറ്റാബേസിൽ മുഴുവൻ ബാക്ക്ഗ്രൗണ്ടിൽ സെർച്ച് ചെയ്ത് വരികയാണ്. അപ്പം നമ്പർ അറിയെങ്കിൽ സാധാരണഗതിയിൽ നമ്മളെ തഫ്യൂലിൻ്റെ മുകളിൽ നമ്മൾ എഴുതി വെക്കാറുണ്ട്. അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന വണ്ടികൾ നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെയും പുറമെ നമ്മളുടെ പ്രോഗ്രാമിൽ ബ്ലൂ സ്കൈ പ്രോഗ്രാമിലും നമ്മൾ ആ തഫ്യൂൽ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐ എം റിയലി സോറി, നമ്മൾ ആ ഇമ്പോർട്ടർ കോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. തഫ്യൂൽ മീൻസ് ഓതറൈസേഷൻ ലെറ്ററിൻ്റെ നമ്പറാണ്. റംസുൽ അമീൽ അഥവാ ഇമ്പോർട്ടർ കോഡാണ് നമ്മളിപ്പോൾ ഈ ഉദ്ദേശിച്ചത്. അതായത് നമ്മളെ അൽ യാസ്മീൻ കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന കസ്റ്റംസിൻ്റെ അകത്ത് കോഡ്. ഓക്കെ, അതേസമയം HS കോഡ് എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽസിനെ, ഈ കൊണ്ടുപോകുന്ന സാധനത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. എല്ലാം മിക്സ്ഡപ്പ് ആവുന്നത് 3 ഡിഫറെൻറ്റ് എൻറ്റൈറ്റീസാണ്. അത് പ്രത്യേകം ഓർമ്മയിൽ വെക്കുക. നോക്കുക, നമ്പർ അടിച്ചു, ടാബ് അടിച്ച ഉടനെ അൽ യാസ്മീൻ ജനറേറ്റ് ഇംഗ്ലീഷിലും വന്നു, അറബിയിലും വന്നു. ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതല്ല, നമ്പർ കൊടുത്ത് ടാബ് അടിച്ചപ്പോൾ വന്നതാണ്, കറക്റ്റ് നമ്പർ കൊടുത്തുകൊണ്ട്. അൽ യാസ്മീൻ നോക്കിനി ഇവിടെ കൺസൈനി അൽ മുസ്തൗരിദ്. ഈ കേസിൽ കൺസൈനി ആരാണ്? കൺസൈനി അൽ മുഅസ്സസ അലി ഉബൈദ് അൽ അൻസി. ഇൻവോയ്സിലും സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനിലും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഈ അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്. ഷിപ്പർ കൊടുത്തു. ഇനി ഗുഡ്സ് ഡിസ്ക്രിപ്ഷനാണ്. ഗുഡ്സ് ഡിസ്ക്രിപ്ഷനിൽ ഇൻവോയ്സിലുള്ള ഓരോ ഐറ്റംസും നമ്മൾ വളരെ ബ്രീഫായിട്ടും പ്രിസൈസായിട്ടും മെൻഷൻ ചെയ്യുക. ഓരോ ഐറ്റത്തിന് സ്പേസും ഡബിൾ സ്ലാഷും വെച്ചിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ സെപ്പറേറ്റ് റെപ്രസെൻ്റ് ചെയ്യുക. ഇത് സാധാരണഗതിയിൽ നമ്മൾ ഏകദേശം വരുന്ന വണ്ടികളും സാധനങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് ഇൻവോയ്സ് ഒരു 1-2 ആഴ്ചകൾ ബയാൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് മറ്റ് സഹായം കൂടാതെയും ട്രാൻസ്ലേഷൻ നോക്കാതെയും ഡയറക്റ്റായിട്ട് അടിക്കാൻ പറ്റും. ഇനി ഇതിലുള്ള ഐറ്റംസ് ട്രാൻസ്ലേറ്റ് ഞാൻ വിശദമായി പറയുന്നില്ല, കാരണം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബയാൻ പ്രിപ്പറേഷനിലാണ്. ഈ സെഷനിൽ അവസാനം സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ഓരോ സാധനത്തിൻ്റെയും ട്രാൻസ്ലേറ്റഡ് എന്താണ് അതിൻ്റെ മീനിങ് പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾ ഇത്ര മനസ്സിലാക്കി മതി, ഇൻവോയ്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സാധനങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്, വസ്ഫുൽ ബലായാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പ്രധാനമായിട്ടും
വെഹിക്കിൾ ആക്സസറീസ് ഐറ്റംസ് ആണിത്. അത് കഴിഞ്ഞ് അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കുക, നിങ്ങൾ ഷഹദ മുൻഷ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനാണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു മിനിറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ നമ്പർ അടിച്ചു. ഇനി അത് ഇവിടെ ഷഹദ മുൻഷ എന്ന് പറഞ്ഞ് എഴുതി വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ടാബ് അടിച്ച് ഇവിടെ കൊടുത്തു. ഇനി ഇവിടെ ക്വാണ്ടിറ്റി ഒരു മിനിറ്റ് 878 ക്വാണ്ടിറ്റി. നമ്മുടെ ക്വാണ്ടിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് ആ ക്വാണ്ടിറ്റി, അതായത് ഇത്രയും എണ്ണത്തിൻ്റെ ടോട്ടലാണ്. ഇനി ഇതിലെന്തെങ്കിലും ഡിഫറൻസ് കണ്ടാണെങ്കിൽ ഉടനെ നിങ്ങൾ ദുബായിലോ അല്ലെങ്കിൽ കമ്പനിയുടെ പേഴ്സണോ ഇൻഫോം ചെയ്തിട്ട് പുതിയ ഇൻവോയ്സിലുള്ള മിസ്റ്റേക്സ് പെട്ടെന്ന് തന്നെ ധരിപ്പിച്ചിട്ട് ഇൻവോയ്സ് പുതിയത് കളക്ട് ചെയ്ത് വേണം അടിക്കാൻ. കാരണം ഇവിടെ ടോട്ടൽ കറക്റ്റ് അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ബയാന് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഈ 878 അതുപോലെ ഇവിടുത്തെ വാല്യൂ ഇവിടുത്തെ വെയ്റ്റും ഇപ്പോൾ നിങ്ങളിവിടെ അടിച്ച് കാണാം. ജസ്റ്റ് മൊമെൻറ്റ്, ലെറ്റ് മീ മിനിമൈസ് ദീസ് ടു ആൻഡ് കമ്മിങ് ബാക്ക് ടു ദ ഓക്കെ 878 ക്വാണ്ടിറ്റി അടിച്ചു, വെയ്റ്റ് അടിച്ചു, വെയ്റ്റ് ഗ്രോസ് വെയ്റ്റും നെറ്റ് വെയ്റ്റും. ഇനി സാധാരണ നെറ്റ് വെയ്റ്റ് ഐറ്റത്തിൻ്റെ വെയ്റ്റാണ്. ഇതെല്ലാം ഇൻവോയ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി യൂണിറ്റ്, ഈ ഐറ്റംസ് എല്ലാം മെൻഷൻ ചെയ്തത് ഏത് യൂണിറ്റിലാണ്? കർത്തൂൺ നിങ്ങളിവിടെ കണ്ടു കാണും, അറബിയിൽ എഴുതിയത് കർത്തൂൺ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. കർത്തൂൺ ഈ കർത്തൂണിനെ റെപ്രസെൻ്റ് ചെയ്യാണ് CTN അഥവാ കർട്ടൂൺ CTN. അപ്പം 3 ഡിജിറ്റ് കോഡാണ് അടിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കർട്ടൂൺ എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ നിരന്തരം ബയാൻ അടിക്കുന്നത് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ ഇവിടെ F9 എന്നുള്ള ലിസ്റ്റ് ഈ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് എന്താണ് അബ്രിവിയേഷൻ, അതിൻ്റെ ഫുൾ ഫോം കാണാനും എൻ്റർ ചെയ്യാനും പറ്റും. ലെറ്റ് us കണ്ടിന്യൂ. ഇനി ഇവിടെ മെയ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൈനയെ റെപ്രസെൻ്റ് ചെയ്യുന്ന 3 ഡിജിറ്റ് കോഡ് ഇവിടെ കണ്ടില്ല. CHN, ഇവിടെ CHN, അങ്ങനെ പാകിസ്ഥാൻ ഒരു കോഡ്, ഇന്ത്യക്ക് മറ്റൊരു കോഡ്, ഫിലിപ്പീൻസിന് മറ്റൊരു കോഡ്, അങ്ങനെ ഓരോ കൺട്രീസും സെപ്പറേറ്റ് കോഡാണ്ടാവുക. ആ കോഡ് നിങ്ങൾ നിരന്തരമുള്ള ട്രെയിനിങ് വഴി എക്സ്പീരിയൻസ് വഴി ബൈ ഹാർട്ടാക്കുക. HS കോഡ് ടൈപ്പ് ചെയ്തു. HS കോഡ് നമ്മൾ ഇൻവോയ്സിൽ നിന്ന് ഡയറക്റ്റായിട്ട് അടിക്കാം. ഇനി അതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഈ ബോക്സിൽ പെർസെൻറ്റേജ് എന്നുള്ള ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്തിട്ടോ മുൻ ക്ലിപ്പുകളിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ ഡിസ്ക്രിപ്ഷൻ അടിച്ചു. ഇനി ജസ്റ്റ് മിനിറ്റ്, ക്വാണ്ടിറ്റി ഇവിടെ അടിച്ചു 100, വെയ്റ്റ് അടിച്ചു. ഇൻവോയ്സിലുള്ള ആ ലൈൻസ് 1 by 1 ആയിട്ട് ഇവിടെ എൻ്റർ ചെയ്യണം നമ്മൾ. ഫസ്റ്റ് ലൈന് ഇനി ശ്രദ്ധിക്കുക, ഫസ്റ്റ് ലൈന് മാത്രം കൊടുത്തതിൻ്റെ ശേഷം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് കസ്റ്റംസ് ബിൽ എന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഈ നമുക്ക് റക്കം വാമല, റക്കം തഷ്ഖീൽ അഥവാ ജോബ് നമ്പർ വന്നു. ഇതേ നമ്പറാണ് 11773761. 11773761 ഇതേ നമ്പറാണ് ഇവിടെ അറബിയിൽ നമ്മൾ മെൻഷൻ ചെയ്തത്. അപ്പോൾ പുതിയൊരു നമ്പർ റക്കം തഷ്ഖീൽ കിട്ടി, ജോബ് നമ്പർ കിട്ടി. ആ നമ്പറാണ് ഇവിടേക്ക് കോപ്പി ചെയ്യേണ്ടത്. ഇത് ഇൻവോയ്സ് നോക്കുക. ഇങ്ങനെ ചൈനൻ്റെ 1 2 3 4 5 6 7 8 ഐറ്റംസ് ഉണ്ട്. ഇനി അതെങ്ങനെയാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇത് നോക്കിയിട്ടാണ് നമ്മൾ ബയാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ക്രിയേറ്റ് ദ കസ്റ്റംസ് ബില്ല് അടിച്ചു, ഉടനെ നമ്പർ കൊടുത്തു, ഈ പേജിലെത്തി. ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ നിങ്ങൾക്ക് പഠനാർത്ഥം ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൽ നമ്മൾ റിയാസ് ഭായിൻ്റെ ഹെൽപ്പ് ഉണ്ട്, അവരുടെ സഹായത്തോടു കൂടിയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠന ആവശ്യാർത്ഥം ഓരോ പേജും വീണ്ടും വീണ്ടും എടുക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി നോക്കുക, ഇവിടെ ഡു, ബിൽ ഓഫ് ലേഡിങ്, കസ്റ്റംസ് ബിൽ, ഗ്രൂപ്പ്സ്, ഇൻവോയ്സസ്, ചാർജസ്, ഇങ്ങനെ 6 പേജാണ് പ്രധാനമായിട്ടുള്ളത്. ബിൽ ഓഫ് ലേഡിങ് ഫസ്റ്റ് പേജിലേക്ക് വന്നു. ആ ചുവന്ന ബട്ടൺ അടിച്ചപ്പം ഇവിടെ എത്തി. ഇവിടെ എത്തി നമ്മൾ അടിച്ചെടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണുന്നത്. ഇനി നോക്കാം, കണ്ടിന്യൂ ചെയ്യാം. ബോളിസ മീൻസ് ഇവിടെ ഇൻവോയ്സ് നമ്പറിൻ്റെ പോർഷൻ. ഓക്കെ, ട്രക്ക് ഡ്രൈവേഴ്സ് എന്നുള്ള പോർഷൻ എടുത്തിട്ട് നമ്മൾ വന്ന ആ ഡ്രൈവറുടെ ഡീറ്റെയിൽസ്, വെഹിക്കിൾ നമ്പർ, ഡ്രൈവറുടെ മറ്റ് ഡീറ്റെയിൽസൊക്കെ ഇവിടെ പോകുന്നത്. ട്രക്ക് ഡ്രൈവേഴ്സ് എന്നുള്ള ആ
ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് രജിസ്റ്റർ എന്നുള്ള ഈ ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. രജിസ്റ്റർ പ്രസ് ചെയ്തപ്പോൾ ഇവിടെ എത്തി. ഇവിടെ മുമ്പ് നിങ്ങൾ ഒരു സെക്ഷനിൽ ഒരു വീഡിയോയിൽ ഈ ഭാഗം നമ്മൾ കാണിച്ചിരുന്നു. നമ്പർ പ്ലേറ്റും ടൈപ്പ് ഓഫ് എല്ലാവരും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൊടുത്ത് നോക്കാം. നമ്മൾ വെഹിക്കിൾ നമ്പർ അടിച്ചു, 3 അടിച്ചു, 2 അടിച്ചു. അതായത് ഗ്രീൻ നമ്പർ പ്ലേറ്റുള്ള ദുബായ് വെഹിക്കിൾ ജനറൽ ടൈപ്പ് അമൂമി വെഹിക്കിൾ. ടാബ് അടിച്ചു, ഉടനെ നോക്കൂ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് വന്നു. അതേതാ വണ്ടി, വോൾവോ 3 അതിൻ്റെ ചേസിസ് നമ്പർ, അതിൻ്റെ ടൈപ്പ്, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് ഇവിടെ മുൽക്കി എന്ന എക്സ്പയർ ആവുന്നത്, അത് നമ്മൾ ഡ്രൈവർ കയ്യിൽ നിന്ന് മുൽക്കി വാങ്ങിയിട്ടുണ്ട്. അതിലുള്ള ഡേറ്റ് നോക്കി അടിക്കുക. മുൽക്കിയ എക്സ്പയർ ആകുന്ന ഡേറ്റ്. കാരണം എന്താ, എക്സ്പയർ ആയ മുൽക്കി വെച്ചിട്ട് എക്സിറ്റ് ആവാൻ കഴിയില്ല. മുൽക്കിയൻ്റെ ഡേറ്റ് 14/3/2016 കഴിയും. ഇനി നോക്കുക, ഡ്രൈവറുടെ പേര് ഇവിടെ കിട്ടി. അതൊന്ന് കൺഫേം ചെയ്യുക, ആളെ തന്നെയാണെന്ന്. മുൽക്കിയാലും പേരുണ്ടാവും. ഇനി സുഡാനിയാണ്. ഇനി സുഡാൻ്റെ കോഡ് ഇവിടെ കാണാം. ഓരോ ജിൻസിയനും ഒരു കോഡ് വെച്ചാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു അതത് മുസാഫിറിന് ഒരാളാണുള്ളത് വണ്ടിയിൽ. അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാം. പോകുന്നത് സൗദി അറേബ്യയിലേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇവിടെ ഈ നൗൽ ഹമൂല, ഈ വെഹിക്കിളിലുള്ള സാധനങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതേ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് തസ്രീഹ് അഥവാ വെഹിക്കിളിൻ്റെ ഗേറ്റ് പാസ് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് അതിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക ഇതേ ഡീറ്റെയിൽസാണ്. ആക്സസറി ഇതിന് 2 പോർഷൻസാണ് ഉള്ളത്. നമ്മൾ ഈ സ്റ്റാർ വെച്ചിട്ട് പെട്ടെന്ന് റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ആക്സസറിയാത്ത് സയ്യാറത്ത് വെഹിക്കിൾ ആക്സസറീസ്, അബ്രുൽ ആലം ഇവിടെ നമ്മൾ ട്രാൻസ്പോർട്ട് നമ്മളെ ക്ലിയറിംഗ് ഏജൻറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഹെഫ്ദുൽ ബയാനാത്ത് ഇവിടെയാണ് പ്രസ് ചെയ്യേണ്ടത്. ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഉടനെ ഇവിടെ നമ്പർ നമുക്ക് പെർമിറ്റ് നമ്പർ ഇവിടെ കിട്ടും. തസ്രീഹിൻ്റെ ഗേറ്റ് പാസിൻ്റെ പെർമിറ്റ് നമ്പർ ഇവിടെ കിട്ടും. അതിപ്പം റക്കമൊക്കെ ഇത് നോക്കുക, ശ്രദ്ധിക്കുക. അത് പ്രസ് ചെയ്തു, ഓക്കെ, നമ്പർ വന്നു. ആ ഒരു ബോക്സ് വരും, ബോക്സിൽ ഓക്കെ അടിക്കുക. ഉടനെ നമുക്ക് നമ്പർ വന്നു, രജിസ്റ്റേർഡ് ആയി. അത് കഴിഞ്ഞു തിരിച്ചു കൊടുത്തി. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത ഈ നമ്പർ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നു. നമ്മൾ അവിടെ അടിച്ച ഡീറ്റെയിൽസൊക്കെ ഓട്ടോമാറ്റിക്കലി ഇവിടെ സിസ്റ്റം തന്നെ ഫെച്ച് ചെയ്ത് കൊണ്ടുവന്നു. അതിൻ്റെ ശേഷം ഇവിടെ സേവ് ചെയ്യുക. അവിടെ ഫ്ലോപ്പി പിക്ചറിലോ അതുപോലെ താഴത്തെ ഒരു സേവ് ബട്ടൺ ഉണ്ട്. ഇനി നോക്കുക, തിരിച്ച് നമ്മൾ ഇവിടെ എത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ഡ്രൈവർ എന്നുള്ള രജിസ്ട്രേഷനിൽ പോയി അടുത്ത പേജിലേക്ക് വന്നു. ഇനി നമ്മളെ കയ്യിൽ ഇൻവോയ്സ് ഉണ്ട്, ഷഹദ മുൻഷ ഉണ്ട്. ഇനി ബിൽ ഓഫ് ലേഡിങ്ങിനെ കുറിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അതുപോലെ പാക്കിംഗ് ലിസ്റ്റ്, പാക്കിംഗ് ഫ്ലാഗിനെ കുറിച്ചിട്ടും. നമ്മളടുത്ത് ഇപ്പോൾ ഉള്ളത് മുൻഷയും ഷഹദ മുൻഷയും ഫാത്തൂറ. അപ്പോൾ ഇതും മാത്രം നമ്മൾ ടിക്ക് ചെയ്യുമ്പോൾ ടിക്ക് ചെയ്തു തിരിച്ച് എന്നിട്ട് ഗ്രൂപ്പിലേക്ക് വരിക. അത് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുത്തു വെച്ചിരുന്നു ഒരു ചൈന ഫസ്റ്റത്തെ ബിഗിനിങ്ങിൽ തന്നെ. ആ ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. ചൈന ചൂസ് ചെയ്തു. ഇനി നോക്കാം, ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമ്മൾ ഗ്രൂപ്പിലെ ടാബ് അടിച്ചിട്ട് 3ാമത്തെ ഐറ്റത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് ജമ്പ് ചെയ്യുന്നത്. അതായത് ഗ്രൂപ്പ് നമ്പർ 1 ഇവിടെ ഈ നമ്പർ ശ്രദ്ധിക്കും നിങ്ങൾ. ഗ്രൂപ്പ് നമ്പർ 1ൻ്റെ ഐറ്റംസാണ് ഈ ഇൻവോയ്സിലുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന്, ഇത് ഇപ്പോഴുള്ള ഈ ഷിപ്മെൻറ്റിൽ ഒരൊറ്റ മെയ്ഡിനാണുള്ളത്. ഇനി 2 മെയ്ഡിനുണ്ടെങ്കിലോ, 2 മെയ്ഡിനുണ്ടെങ്കിൽ ആദ്യത്തെ മെയ്ഡിന് ഇൻവോയ്സ് എല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യും 1. രണ്ടാമത്തെ ഗ്രൂപ്പിൽ പോയിട്ട് 2ാമത്തെ ലൈന് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺട്രീൻ്റെ, ഉദാഹരണത്തിന് ഫസ്റ്റത്തെ ഇവിടെ ചൈനയാണ് ചൂസ് ചെയ്തത്, 2ാമത്തെ പാകിസ്ഥാൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാകിസ്ഥാൻ കൺട്രീൻ്റെ ഐറ്റംസ് മാത്രമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യുക. ആ സമയത്ത് ഇവിടെ ഗ്രൂപ്പ് ഡീറ്റെയിൽസ് 2 എന്ന് പറയും. ഞാൻ ചുരുക്കത്തിൽ പറയുന്നത് ഗ്രൂപ്പിൽ എത്ര ലൈനുണ്ടോ നോക്കൂ. കുറച്ച് ബാക്ക് റിവേഴ്സ് അടിച്ച് വരാം. ഇത് കഴിഞ്ഞ് ഒന്നും കൂടി ഞാൻ ആ ഏരിയാസ് ബാക്കിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്നും കൂടി തിരിച്ചു പോവാം. ഗ്രൂപ്പ് എടുത്തു, കണ്ടില്ല നിങ്ങൾ, നോക്കും, എടുത്തു. ഓക്കെ, ഗ്രൂപ്പ് എടുത്തതിൻ്റെ ശേഷം ഇവിടെ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. ഗ്രൂപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ അടുത്തൊരു മെയ്ഡിൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ താഴെ 2 എന്ന് പറഞ്ഞ് കാണും.
അപ്പോൾ പിന്നെ അടുത്തേണ്ട 3, 4, 5 അങ്ങനെ ആ ഓർഡറിലാണ് വരുന്നത്. ഇപ്പം ആദ്യം 1 ചൂസ് ചെയ്തു, ആ ചൈനയുടെ മാത്രം കണ്ടൻറ്റ് ഡീറ്റെയിൽസാണ് ഇവിടെ ഇൻവോയ്സിൽ അടിക്കേണ്ടത്. അപ്പോൾ അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗ്രൂപ്പ് നമ്പർ കാണിക്കും. പിന്നെ 2 ഇന്ത്യ ചൂസ് ചെയ്തിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ ഇന്ത്യ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യയുടെ ഐറ്റംസ് മാത്രമായിട്ടാണ് ലിസ്റ്റ് ചെയ്ത് അടിക്കേണ്ടത്. അതായത് നമ്മൾ ബയാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കൺട്രീൻ്റെ കണ്ടൻറ്റ്, ഒരു കൺട്രിയുടെ ഇപ്പം 4-5 കൺട്രിയുടെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ, 4-5 കൺട്രിയുടെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരു കൺട്രിയുടെ മെയ്ഡ് ഇൻ പ്രോഡക്ട്സ് എല്ലാം ലിസ്റ്റ് ചെയ്ത് അടിച്ചതിന് ശേഷമാണ് അടുത്ത കണ്ടൻറ്റ് അടിക്കുക. അല്ലാണ്ട് മിക്സ്ഡപ്പ് ആയിട്ട് എല്ലാം കൂടി മിക്സ്ഡപ്പ് ആയിട്ടല്ല അടിക്കുക. ചൈനൻ്റെ ആണെങ്കിൽ ചൈനൻ്റെത് മുഴുവൻ അടിച്ച് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അത് ടാലിയായി അതൊക്കെ ഓക്കെ ആയതിന് ശേഷം അടുത്ത ഗ്രൂപ്പിലേക്ക് വരാം. ഇനി നോക്കൂ, ഞാൻ വീഡിയോ വീണ്ടും റെസ്യൂം ചെയ്യുന്നുണ്ട്. ടാബ് അടിച്ചു ഇവിടെ എത്തി. ഇവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗ്രൂപ്പ് ഡീറ്റെയിൽസ് 1 എന്ന് കാണും. അതായത് ഇതിൻ്റെ കയ്യിൽ ഇവിടെ വരുന്ന എല്ലാം ആ ചൈനൻ്റെ തന്നെ ആയിരിക്കും. ഇനി ഇവിടെ 2 ആണെങ്കിൽ പിന്നെ ഫോർ എക്സാമ്പിൾ 2 ആണെങ്കിൽ രണ്ടാമത്തെ ലൈനിൽ പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ ഇൻവോയ്സുകളാണ് ഇവിടെ പറയുന്നതെന്ന് മാത്രം. ഓക്കെ, ഇനി ഐറ്റംസ് ഓരോന്നുമായിട്ട് അടിക്കണം. നമ്മൾ HS കോഡ് അടിച്ചു, ക്വാണ്ടിറ്റി അടിച്ചു, ക്വാണ്ടിറ്റി 100. ഇതെല്ലാം ഇൻവോയ്സിൽ നോക്കിയിട്ട് അതേപടി നമ്മൾ പകർത്താണ്. അധികമൊന്നും കോംപ്ലിക്കേഷൻ ഇല്ല. 10 ഓക്കെ, ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്തു, ഇൻവോയ്സിൽ നോക്കിയിട്ട് പകർത്തി, വെയിറ്റ് അടിച്ചു, ഗ്രോസ് വെയിറ്റ് അടിച്ചു, അടുത്തത് അടിച്ചു, മൂന്നാമത്തെ ഐറ്റംസ് ഓക്കെ. ശ്രദ്ധിക്കുക എങ്ങനെയാണ് അടിക്കുന്നത്. ടാബ് അടിച്ചിങ്ങനെ പോവാണ്. ശ്രദ്ധിച്ചോ, ഇവിടെ അതിൻ്റെ ഈ ലൈൻ, ഈ കോളത്തിൻ്റെ ടോട്ടൽ ഇവിടെ കാണാം, ഈ കോളത്തിൻ്റെ ടോട്ടൽ ഇവിടെ കാണാം. അങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് മൊത്തം ഇവിടെ കാണുന്നതും നമ്മളെ ഇൻവോയ്സിലുള്ളതും ഈക്വലായിട്ട് വരണം. അപ്പോഴാണ് ടാലി ആവുള്ളൂ. ഓക്കെ, കുറച്ച് സ്പീഡിൽ അടിക്കുന്നുണ്ട്. 8 ഐറ്റംസ് അടിച്ചു. ഇനി വേണമെങ്കിൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് ഇങ്ങനെ അടിക്കാനും പറ്റും. മുബറദ തബ്രീദ് ഒയറഹ. ഇനി നോക്കുക, അവിടെ വാല്യൂ ടോട്ടൽ വന്ന കണ്ടു നിങ്ങൾ 45630 45630. നമ്മൾ ഇൻവോയ്സ് എടുക്കുക, 45630. ഈ വാല്യൂ ആണ് വേണ്ടത്, ടോട്ടൽ വാല്യൂ. നോക്കാം നമുക്ക് ലാസ്റ്റ് അങ്ങോട്ട് വരുന്നൊന്ന്. ഓക്കെ, ഇപ്പോൾ കറക്റ്റായില്ലേ? ലാസ്റ്റത്തെ എൻ്റർ ചെയ്തപ്പം സെയിം വാല്യൂ വന്നു. ഇനി അടുത്ത ഗ്രൂപ്പ് കഴിഞ്ഞു. ഇവിടുന്ന് നമ്മൾ തുടങ്ങിയത് ബിൽ ഓഫ് ലോഡിങ് കഴിഞ്ഞു, കസ്റ്റംസ് ബില്ല് പോയി, ഗ്രൂപ്പ് അടിച്ചു, ഗ്രൂപ്പിൻ്റെ സബിൽ ഇൻവോയ്സ് അടിച്ചു കഴിഞ്ഞു. പിന്നെ ചാർജസിലെത്തി. ഈ ചാർജിൽ നോക്കുക, കസ്റ്റംസിന് കൊടുക്കേണ്ട ചാർജ് അത് കുറേ ഐറ്റത്തിൻ്റെ സമ്മാണ്. അതായത് ഡ്യൂട്ടി എമൗണ്ട് ഉണ്ടാവും. സാധാരണഗതിയിൽ എക്സിറ്റിൽ ഡ്യൂട്ടി ഉണ്ടാവാറില്ല. ഡ്യൂട്ടി വരുന്നത് എപ്പോഴും, ഡ്യൂട്ടി പേ ചെയ്യുന്നത് എപ്പോഴും എൻട്രിയിലാണ്, ദുഹൂലാണ്. അതേസമയം റോഡ് ടാക്സ് ദുഹൂലോ ഖുറൂജിലൊക്കെ ഉണ്ടാവും. ഈ ഏരിയാസ് നോക്കുക, ബിൽ ഫീ, ഗേറ്റ് പാസ് ഫീ, പാസ് ഫീ, അങ്ങനെ സെപ്പറേറ്റ് ഏരിയയാണ്. ഇതൊന്നും നമുക്ക് എൻട്രി ചെയ്യാനുള്ള ഭാഗമല്ല. എത്ര എണ്ണം ഡിസ്പ്ലേ മാത്രം ഇവിടെയാണ് എൻട്രി ചെയ്യുന്നത്. ഇനി സാധാരണഗതിയിൽ എക്സിറ്റിൽ നോക്കുക, എക്സിറ്റിലെ വാല്യൂ ഒരു സിംഗിൾ ട്രക്കാണെങ്കിൽ 150 നമ്മളിവിടെ കൊടുക്കുന്നത്. 150 പാസ് ഫീ നമ്മൾ സജസ്റ്റ് ചെയ്യണം. പാസ് ഫീ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് അടിക്കുന്ന സമയത്ത് ബിൽ ഫീ നോർമലി 100 ദിർഹംസ് ആണ്. അത് ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാമിൽ വരും. നമ്മൾ അടിക്കുന്നത് 1 ട്രക്കാണ് 150. അപ്പോൾ 2 ട്രക്കാണെങ്കിലോ ഓഫ് കോഴ്സ് 300. അങ്ങനെയാണ് അടിക്കേണ്ടത്. എങ്ങനെ 2 ട്രക്സ്? ഒരു സിംഗിൾ ഇൻവോയ്സിൽ 2 ട്രക്കാണ് വരുന്നതെങ്കിൽ അങ്ങനെയും വരാറുണ്ട്. അതായത് 2 കേസും വരും. ഒരു സിംഗിൾ ഇൻവോയ്സ് തന്നെ ഒന്നിലധികം വെഹിക്കിൾസിന് പാസ് ചെയ്യാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഒരു വെഹിക്കിൾസിൽ ഒന്നിലധികം ഇൻവോയ്സുകൾ അങ്ങനെ ഉണ്ടാവും.
ഒരു വെഹിക്കിളിന് തന്നെ ഒന്നിലധികം ഇൻവോയ്സ് ഉണ്ടാവാം. ഏതുപോലെ ഒരു വെഹിക്കിളിൽ തന്നെ സെപ്പറേറ്റ് 2 ഇൻവോയ്സിലുള്ള കണ്ടൻറ് ഉണ്ടാവും, സാധനങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഒന്നിലധികം വെഹിക്കിൾസിന് ഒരു ഇൻവോയ്സ് ഉണ്ടാവും. അത്തരം കേസിൽ ഇപ്പോൾ ഈ ഒരു ഇൻവോയ്സിൽ ഒരു വെഹിക്കിളുള്ളൂ, ഈ ഒരു ഇൻവോയ്സിൽ 2 വെഹിക്കിളുണ്ടെങ്കിലോ ഇവിടെ 150 × 2 300 ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇനി കൂടുതൽ പറയട്ടെ, ഇവിടെ ഇപ്പോൾ നമ്മളെ കറൻ്റിലി ഉള്ള ഇത് പ്രീപെയ്ഡ് അക്കൗണ്ടാണ്. പ്രീപെയ്ഡ് അക്കൗണ്ടിലുള്ള എമൗണ്ട് ആണിത് കാണുന്നത് 13631 ഉണ്ട്. അപ്പോൾ നമ്മളിത് അടിച്ചു കഴിഞ്ഞ് ബയാനൊക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എമൗണ്ട് ഇതിന് ഡിഡക്റ്റ് ചെയ്തിട്ട് പിന്നെ കറണ്ട് ബാലൻസ് ആണ് എപ്പോഴും അവിടെ കാണിക്കുന്നത്. കറണ്ട് ബാലൻസ് ആണ് എപ്പോഴും കാണിക്കുന്നത്. നോക്കാം, ഞാൻ സേവ് ചെയ്യാൻ പോവാണ്. 150 അടിച്ചു, സേവ് അടിച്ചു, ഇങ്ങനെ വരും. അപ്രൂവൽ വേണോ ചോദിക്കും. ഹയ്യത്തുൽ മാസഫാത്തുൽ മഖായിസ് ഇങ്ങനെ ഒരു ബോക്സ് വരും. ഇതിനെക്കുറിച്ച് വിശദമായി ഇപ്പം പറയുന്നില്ല. ഓക്കെ, സേവ് ചെയ്തു. അപ്പം ഇതുവരെ പറഞ്ഞതെല്ലാം നിങ്ങൾ ഈ ക്ലിപ്പ് ഒന്നിലധികം പ്രാവശ്യം വാച്ച് ചെയ്യുക. കഴിയുകയാണെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ട്രാൻസ്വേൾഡ് കസ്റ്റംസ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ, ട്രാൻസ്വേൾഡ് സ്പേസ് കസ്റ്റംസ് അടിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മളെ ചാനൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ ബിഗ് സ്ക്രീനിൽ നല്ല ക്ലിയറിൽ കിട്ടും. നിങ്ങൾ സ്മാർട്ട് ഫോണിലോ അല്ലെങ്കിൽ ടാബിലോ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് സൈസ് കുറവാകും, മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ഇനി നോക്കാം, ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സേവ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ ഡോക്യുമെൻറ്റ്സ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സ്കാനറിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യാണ്. അപ്പം നമ്മൾ പെർഫോമ ഫില്ല് ചെയ്തു. പെർഫോമ ഫില്ല് ചെയ്തതിന് ശേഷം ആ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ തഫ്യൂദും ഇൻവോയ്സും സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനലും വെച്ചതിന് ശേഷം സ്കാനർ പ്രസ് ചെയ്ത് നോക്കുക. സ്കാൻ ചെയ്യുന്നത് അതാ 4 പേജ് സ്കാൻ ചെയ്തു, ഇങ്ങനെ വന്നു. ഓക്കെ, സ്കാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ലൊക്കേഷനിലേക്ക് കൊണ്ടുവരണം. ആദ്യം ഒരു ഫയലിന് ഒരു പേര് കൊടുക്കണം. ഫയലിന് പേര് കൊടുക്കാൻ സൗകര്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഈ നമ്പർ കൊടുക്കാം. ഈ നമ്പർ ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലി കൊടുത്താൽ നമുക്കിത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഫയൽ സെലക്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇനി നോക്കാം, ഓക്കെ, ഇവിടെ ഈ ഒരു നമ്പർ കൊടുത്തു സൗകര്യാർത്ഥം. വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഫുൾ നമ്പറും കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യുന്ന അങ്ങോട്ടാ സെഡിൽ ഒരു സ്കാൻ ഫോൾഡറിലേക്ക് സേവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്തത് ബയാൻ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഡോക്യുമെൻറ്റ്സ് ഫുജിറ്റ്സു മെഷീൻ ഉപയോഗിച്ചിട്ട് സെഡ് ഫോൾഡറിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ഓഫ് കോഴ്സ് ആ ഡോക്യുമെൻറ്റ്സ് ഈ ഒരു ജോബിലേക്ക് ലിങ്ക് ചെയ്യണം അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്തത് കൊണ്ടാണ് കഴിഞ്ഞ ടോപ്പിക്സിൽ പറഞ്ഞു ഷിപ്മെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന മെത്തേഡ്സ്. ഇനി അപ്ലോഡ് ചെയ്യുന്ന മെത്തേഡ്സ് നോക്കാം നിങ്ങൾ. ഇനി നോക്കുക, ബിൽ ഓഫ് ലോഡിങ്ങിൽ പോയി അതിന് ശേഷം നോക്കൂ, ശ്രദ്ധിക്കുക, ഇത് കഴിഞ്ഞു. ബിൽ ഓഫ് ലോഡിങ്ങിൽ പോയിട്ട് മുറഫക്കാത്ത് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. മുറഫക്കാത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട് വീഡിയോ. ഇവിടുന്ന് ഒന്നും കൂടി റീപ്ലേ ചെയ്യാണ്. സേവ് ചെയ്തു. ഓക്കെ, പോളിസിൽ പോയി അറ്റാച്ച്മെൻറ്റിൽ പോയി ഇവിടെ ഓക്കെ അടിച്ചു. എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷന്, അതായത് ഫസ്റ്റ് ഓപ്ഷന് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓക്കെ, അപ്ലോഡ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ള ഇവിടെയാണ് എടുക്കേണ്ടത്. അപ്ലോഡ് എടുത്തു. ഉടനെ മറ്റൊരു വിൻഡോ വന്നു. മറ്റൊരു വിൻഡോയിൽ ഇവിടെ തഹ്മീൽ മീൻസ് സിംപ്ലി തഹ്മീലിൻ്റെ മീനിങ് അപ്ലോഡ്. തഹ്മീൽ പ്രസ് ചെയ്തു. അപ്പം തഹ്മീൽ ചെയ്യാനുള്ള അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ബോക്സ് ഓപ്പണായി. അവിടെ ഓൾവേസ് ട്രസ്റ്റ് കൊടുക്കുക. ഇനി കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് റൺ അടിക്കുക. റൺ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തി. ഇനി ഇവിടെ നോക്കുക, അടുത്ത സ്റ്റെപ്പ് ഇവിടെ ഇസ്തിഖ്റാൽ പ്രിവ്യൂ ഓപ്ഷൻ എടുക്കുക. പ്രിവ്യൂ ഓപ്ഷൻ എടുക്കുമ്പോൾ ഈ ഓപ്പൺ ബോക്സിൽ ഈ ജാവ ബേസ്ഡ് പ്രോഗ്രാമാണിത്. ജാവയിലുള്ള ജാവ സ്റ്റൈലിൽ ഒരു ഫയൽ സെലക്ട് ചെയ്യാനുള്ള ഒരു ബോക്സ് വന്നു. നോക്കുക, നമ്മളെ Z ഡ്രൈവിലേക്ക് പോവുക. ഇവിടെ ഹോം അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിലെത്തും. ഡെസ്ക്ടോപ്പിലെത്തി. ഇതാണ് ഡെസ്ക്ടോപ്പിലെത്താണ്. ഡെസ്ക്ടോപ്പിലെത്തി. അവിടെ നിന്ന് നമ്മളെ Z ഫോൾഡറിനകത്ത് സ്കാൻ ഫോൾഡറിൽ Z പോയി ഷെയർഡ് ഫോൾഡറിൽ പോയി സ്കാൻ ഫോൾഡർ ചൂസ് ചെയ്തു. സ്കാൻ ഫോൾഡറിൽ 761 ഇതാ ദിസ് വൺ
ഈ ഫയൽ നമ്മളിപ്പോൾ ചൂസ് ചെയ്യും. ഈ ഫയലിലേക്ക് വരണം. 761 എന്ന് പറയുന്ന ഇതിപ്പോൾ ചൂസ് ചെയ്ത് യെസ്. എന്നിട്ട് ഓപ്പൺ അടിക്കുക. ഉടനെ അപ്ലോഡ് ചെയ്യും. ഇവിടെ പ്രസ് ചെയ്യുക. ഇത് കണ്ടില്ല, ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് അപ്ലോഡിങ്. ഓക്കെ, വളരെ ഫാസ്റ്റാണ്. ഫയൽ അപ്ലോഡ് ചെയ്തപ്പോൾ ബയാൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഫയൽ അപ്ലോഡിങ് കഴിഞ്ഞു. ഇനി നോക്കുക, അപ്ലോഡിങ്ങിൽ കഴിഞ്ഞ ശേഷം ഒന്നുകൂടി ഞാൻ ഇതാക്കുന്നുണ്ട്. ഇതാ ഓക്കെ, ഞാനൊന്നും കൂടി റിവൈസ് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെയാണ് ഇതാ അപ്ലോഡ് ചെയ്ത് കാണാം. ഇനി ഒന്നിലധികം ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 by 1 ആയിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ചെയ്യുന്നത് എല്ലാ പേപ്പേഴ്സും ഒരൊറ്റ സിംഗിൾ ഫയലായിട്ട് അപ്ലോഡ് ചെയ്യുക ചെയ്തത്. മനസ്സിലായില്ല? ഇനി തിരിച്ച് ഇങ്ങോട്ട് വരിക. ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ബട്ടൺ യൂസ് ചെയ്യുക. കസ്റ്റംസ് ബില്ലിലേക്ക് പോയി നോക്കുക. ഗ്രൂപ്പ് കണ്ടു, ഫാത്തോർ കണ്ടു. ഇനി നോക്കൂ, ഇവിടെ ഇപ്പോൾ പ്രീ ക്ലിയറൻസ് വന്നു, സേവ് വന്നു. ഒന്നും കൂടി സേവ് ചെയ്യുക. ഫ്രീക്വൻ്റ് ആയിട്ട് സേവ് ചെയ്യണം. കാരണം ഓരോ അമെൻഡ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും കസ്റ്റംസിൽ വെബ്സൈറ്റിൽ കസ്റ്റം പേജിൽ ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അമെൻഡ്മെൻറ്റ്സ് അപ്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് സേവ് ചെയ്യണം. നിങ്ങൾ നോക്കുക, എക്സിറ്റ് ആയിട്ട് നമ്മൾ വീണ്ടും അതേ ഷോർട്ട് കസ്റ്റംസ് ബിൽ ട്രാൻസാക്ഷനിൽ പോയിട്ട് റൺ ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. ഈ ബട്ടൺ ഉപയോഗിച്ച് എക്സിക്യൂട്ട് ചെയ്തു. ഇതാണ് നമ്മൾ ജോബ് നമ്പർ. നമ്മൾ നോട്ട് ചെയ്യണം ജോബ് നമ്പർ. ഇനി ഷോയിൽ പോയി നോക്കാം. നമ്മൾ അടിച്ചു കഴിഞ്ഞത് എപ്പോഴും 1-2 പ്രാവശ്യം റിവ്യൂ നടത്തണം, എത്ര തിരക്കാണെങ്കിലും. കാരണം മിസ്റ്റേക്ക് വരാൻ പാടില്ല. മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വെഹിക്കിൾസ് ബോർഡറിൽ ബ്ലോക്ക് ആവും. അത് നമ്മളെ പെർഫോമൻസിനെ ബാധിക്കും. നമുക്ക് ലോസ് വരും, നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കോൺസിക്വൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധ കൂടിയാലും കുഴപ്പമില്ല, കുറയരുത്. ഓക്കെ, ഒന്നും കൂടി നിങ്ങൾക്ക് പഠനാവശ്യാർത്ഥം നമ്മൾ ടൈപ്പ് ചെയ്തൊക്കെ ഒന്നും കൂടി റിവ്യൂ ചെയ്യുന്നുണ്ട്. അവിടെ ഇൻവോയ്സ് നമ്പർ ഒന്നും കൂടി നോക്കുക. ഇൻവോയ്സ് ഡബിൾ ചെക്ക് ചെയ്യുക കറക്റ്റാണെന്ന്. ഇവിടെ പോകുന്ന ലൊക്കേഷൻ, കൺസൈനി അഡ്രസ്സ്, ഇവിടെ തന്നെ ഈ ഒരു ഗുഡ്സ് ഡിസ്ക്രിപ്ഷൻ, തഫ്സീൽ ഷഹ്ന, ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മളുടെ സാധനത്തിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇവിടെ കൊടുത്ത എക്സ്പ്ലനേഷൻസ് എല്ലാം ബയാനിൽ പ്രിൻ്റഡ് ആയി വരും. അതുപോലെ തന്നെ ഈ ഡീറ്റെയിൽസ് എല്ലാം ബയാനിൽ പ്രിൻ്റഡ് ആയി വരും. ഓക്കെ, ഇതിൽ ഓരോ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക എന്തിനാണുള്ളതെന്ന്. ഷാദ മുൻഷാണിത്, അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിന്. ഇനി ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ പോർഷൻസ് ഒന്നും കൂടി പോവുക, നല്ലോണം സേവ് ചെയ്യുക. കാരണം ഓരോ ചേഞ്ചസ് വരുത്തുന്ന സമയത്തും വെഹിക്കിൾ രജിസ്ട്രേഷൻ സെപ്പറേറ്റ് പാർട്ടാണ്. അപ്പോൾ അതുമായിട്ട് ലിങ്ക് ഉണ്ടാവണം. എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ അമെൻമെൻറ്റ് വരുത്തുന്ന സമയത്ത് വീണ്ടും അത് തഹ്സീനാക്കുക, അല്ലെങ്കിൽ സേവ് ചെയ്യുക. അതുപോലെ തന്നെ ടോട്ടൽ വാല്യൂസ് കറക്റ്റാണ്, ടോട്ടൽ എമൗണ്ട് കറക്റ്റാണോ, DHS ദിർഹത്തിലടിച്ച വാല്യൂ കറക്റ്റാണോ എന്നെല്ലാം ഡബിൾ ചെക്ക് ചെയ്യുക. ഇവിടെ അറൈവൽ ഡേറ്റ്, നമ്മുടെ ബയാൻ്റെ ഡേറ്റ് ഇതാണ് വരുന്നത്. പിന്നെ ഡൂവിലെ കാര്യങ്ങൾ, ഫസ്റ്റ് ഓപ്ഷനിൽ അലിയാസ്മീൻ തിജാറ, അതിൻ്റെ നമ്പർ, ഇമ്പോർട്ട് കോഡ്, അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. ഈ സെക്കൻഡ് പേജിൽ കൂടുതലായിട്ട് വരുന്നത് വണ്ടിൻ്റെ സാധനങ്ങൾ റിലേറ്റഡ്. അത് കണ്ടില്ലേ, വണ്ടിയിൽ എന്താ സാധനങ്ങളുള്ളത്, പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, വെയിറ്റ് എത്രയാണ് എന്നൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തെ ട്രക്ക് ഡ്രൈവേഴ്സിലാണ് ഡ്രൈവറുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ പേജിലും ആ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻസ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കാറ്റഗറി ചെയ്തിട്ടാണ് വെക്കുന്നത്. അടുത്ത കസ്റ്റംസ് ബില്ലിൽ ശ്രദ്ധിച്ചു നോക്കൂ, ചൈനയിൽ നിന്ന് സൗദിയിലേക്കാണ് പോകുന്നത്, പിന്നെ ഇവിടെ എന്തൊക്കെ കണ്ടൻറ്റാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ്. പിന്നെ ഇവിടെ കാണുന്ന ഇതെല്ലാം എൻട്രിയിലാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അതായത് ഇൻസ്പെക്ഷന്, കശ്ഫ് റംബ, അതെല്ലാം. ഇപ്പം നമ്മൾ ഈ ബയാൻ്റെ പർപ്പസ് എക്സിറ്റിലുള്ള ബയാനാണ്, അതുകൊണ്ട് ആ ഭാഗത്ത് ഇപ്പോൾ പോകുന്നില്ല. ഇനി ഗ്രൂപ്പ്സ് ഇൻവോയ്സ് നേരത്തെ വിശദമായി പറഞ്ഞു. ഗ്രൂപ്പ്സിലുള്ള ഓരോ ഐറ്റത്തിനും ഇൻവോയ്സ് സെപ്പറേറ്റ് ഉണ്ടാവും. പിന്നെ നോക്കാം, അതുപോലെ കാർട്ടൂൺസ്,
നമ്മൾ CTN ഇവിടെ എടുത്തപ്പം കാർട്ടൂൺസ് അതിൻ്റെ ഫുൾ ഫോമിൽ തന്നെ എഴുതി, അറബിയിൽ ഇവിടെ കാർട്ടൂൺസ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അത് കണ്ടു. നോക്കുക ട്രക്ക് ഡ്രൈവേഴ്സിൽ, പിന്നെ ട്രക്ക് ഡ്രൈവേഴ്സിൽ ദുബായ് വോൾവോ ത്രില്ല, ഇതാ ഇവിടെ ഒരു സേവ് ബട്ടൺ ഉണ്ട്, ഇത് യൂസ് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. ഓരോ പ്രാവശ്യം സേവ് ചെയ്യുമ്പോഴും അത് കൺഫേം ചെയ്യണം, നിങ്ങൾ 1-2 പ്രാവശ്യം കൺഫേം ചെയ്യണം. പിന്നെ അതായത് നമുക്ക് ബയാനുണ്ടാവും, അതുപോലെ തന്നെ ഡ്രൈവർക്ക് ഗേറ്റ് പാസും ഉണ്ടാവും, രണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താ ട്രക്ക് ഡ്രൈവേഴ്സ്, ഓക്കെ. അതുപോലെ തന്നെ ബയാൻ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബയാൻ ഉപയോഗിച്ചിട്ട് ഡ്രൈവർ നേരിട്ട് കസ്റ്റംസിൽ നിന്നാണ് ഗേറ്റ് പാസ് കളക്ട് ചെയ്യുന്നത്, തസ്രീഹ് ബവാബ എന്ന് പറഞ്ഞ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഓരോ മെനൂസ് നിങ്ങൾ സമയമെടുത്ത് സാവകാശം മനസ്സിലാക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ബയാനാണ്. ഇനി ചില ബയാനിൽ 10-15 നിമിഷം ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പം ചെയ്ത് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ HS കോഡ് മനസ്സിലാവും, ഇമ്പോർട്ട് കോഡ് മനസ്സിലാവും, അതുപോലെ ഐറ്റംസ് മനസ്സിലാവും. ഈ അറബിയിലുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കൊടുക്കാൻ കഴിയും. നോക്കാം, ഇവിടെ ജോബ് നമ്പർ ലിസ്റ്റ് ചെയ്തു. ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും നിങ്ങൾ നല്ലോണം സേവ്ഡ് ആവണമെന്ന് കൺഫേം ആക്കുക. ഓരോ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അൺലിങ്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം നോക്കൂ, നമ്മൾ ഈ ബയാൻ അടിക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ് അടിക്കുന്നത്. 2-3 പ്രാവശ്യം എല്ലാം വെഹിക്കിൾ രജിസ്ട്രേഷൻസ് ശരിയാണെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇൻവോയ്സ് ആണ് ഇനി നോക്കാം, പ്രധാനപ്പെട്ട ഏരിയ. അപ്പോൾ നമ്മളെല്ലാം ഡബിൾ ചെക്ക് ചെയ്തു, എല്ലാ ഏരിയയും ഡബിൾ ചെക്ക് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ ഇതുവരെ സേവ് ചെയ്തത്. ഇനിയാണ് പേയ്മെൻറ്റിൻ്റെ പോർഷനിലേക്ക് പോകുന്നത്. പ്രീ ക്ലിയറൻസ് ശ്രദ്ധിച്ചോളാം, പ്രീ ക്ലിയറൻസ് പ്രസ് ചെയ്യാണ്. അപ്പം നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു, അതിൻ്റെ ശേഷം അപ്ലോഡ് ചെയ്തു, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തു, വെഹിക്കിൾ രജിസ്റ്റർ ചെയ്തു, എല്ലാം ഡബിൾ ചെക്ക് ചെയ്തു, പുറത്തിറങ്ങി വീണ്ടും കയറി എല്ലാം ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം, കാരണം എന്തെങ്കിലും ഒരു കറക്ഷൻ ബയാൻ പ്രിൻ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു കറക്ഷൻ നടത്തണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്, ട്രബിളാണ്. അതുകൊണ്ട് മിസ്റ്റേക്ക് വരാണ്ട് എല്ലാം ഡബിൾ ചെക്ക് ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് പ്രീ ക്ലിയറൻസ് പ്രസ് ചെയ്തു. ഇവിടെ അപ്രൂവൽ റിക്വയർഡ്, ഇതാ പ്രീ ക്ലിയറൻസ് പ്രസ് ചെയ്തതോടുകൂടി ശ്രദ്ധിക്കുക, സ്ക്രീനിൽ ശ്രദ്ധിക്കുക, ബിൽ നമ്പർ വന്നു. ഇപ്പോൾ കണ്ടില്ല, റക്കം ബയാൻ ബിൽ നമ്പർ 20428 യാദ തസ്സീർ എക്സ്പോർട്ടിൻ്റെ ഒരു ബിൽ നമ്പർ. ഇതുവരെ ബിൽ നമ്പർ പാസ്സായിട്ടില്ലായിരുന്നു, ബിൽ നമ്പർ വന്നു. ബിൽ നമ്പർ അഥവാ ബയാൻ നമ്പർ. ഇനി ഫസ്റ്റ് യെല്ലോ സ്ക്രീൻ, യെല്ലോ വിൻഡോ അലേർട്ട് വന്നു. നോക്കുക, അത് ഓക്കെ അടിക്കുക. റിസ്ക് ചാനലിങ്, നമ്മൾ പേയ്മെൻറ്റ് അടിക്കാൻ പോകാതുകൊണ്ടാണ്. നെക്സ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം യെല്ലോ ചാനൽ ബ്ലോക്ക് ചെയ്തു, അതിന് റെഡ് വന്നു. അൽഖീമ മുദഖല വൈറസ് സഹിഹ നോക്കൂ. ഇനി നോക്കാം, ഇവിടെ ഓക്കെ അടിക്കാം. ഓക്കെ, പ്രീ ക്ലിയറൻസ് എന്നുള്ള ബോക്സ് ഇപ്പോൾ കമൻറ്റ് ബട്ടൺ ഇപ്പോൾ ഡിസപ്പിയർ ആയി. അതായത് നമ്മളിപ്പോൾ സബ്മിഷനൊക്കെ കഴിഞ്ഞു. ഇവിടെ നേരത്തെ ജോബ് നമ്പർ ആയിരുന്നു, ജോബ് നമ്പർ മാറി ഇപ്പോൾ ബിൽ നമ്പർ വന്നു. ഇനിയിപ്പോൾ നമ്മളുടെ പേപ്പേഴ്സ് ഇപ്പോൾ കസ്റ്റംസിൽ സബ്മിറ്റഡ് ആയി. ഇനി കസ്റ്റംസ് ഓഫീസേഴ്സ് അത് വെരിഫൈ ചെയ്യും, അതിലെ കണ്ടൻറ്റൊക്കെ ഇൻസ്പെക്ട് ചെയ്യും. അതിൻ്റെ ശേഷം അവർ അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് ബയാൻ പാസ്സാവുള്ളൂ. ഇപ്പം നമ്മൾ ബയാൻ അടിച്ചു, ബയാനെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. നോക്കുക, ഇതാണ് നമ്മൾ ജോബ് നമ്പർ. നമ്മൾ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റായി, രണ്ടാമതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. യെസ്, ഇത് ചില സമയത്ത് പെട്ടെന്ന് പാസ്സാവും. ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അടിച്ചു കഴിഞ്ഞു, അപ്പോഴേക്കും ബയാൻ അവിടെ കസ്റ്റംസ് ഓഫീസേഴ്സിന് കണ്ടൻറ്റ് കിട്ടി, അവർ അപ്രൂവ് ചെയ്തു, ബയാൻ പാസ്സായി. ബയാൻ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ലൈൻ ഐറ്റം ഫുള്ളാവുക, അല്ലെങ്കിൽ ഇവിടെ empty ആയി കിടക്കും 20420. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ഈ ബയാന് നമുക്ക് പ്രിൻ്റ് എടുക്കണം. ബയാൻ സാങ്ഷൻ അടിച്ചു കഴിഞ്ഞു, നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് കട്ടായി, ഇനി ബയാൻ പ്രിൻ്റ് എടുക്കണം. നോക്കാം, ബയാൻ പ്രിൻ്റ് എടുക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എക്സിറ്റ് ആവുന്ന പ്രീ ക്ലിയറൻസ് പ്രോസസ്സിൽ പോയി. പ്രീ ക്ലിയറൻസ് പ്രോസസ്സിൽ പോയതിന് ശേഷം ഇവിടെ എങ്ങനെ കാണാം, ബയാൻ ഇതെല്ലാം പാസ് ഔട്ട് ആയ ബയാൻ, ഓൾറെഡി പാസ്സായതാണ്. പക്ഷേ ഇനി നമുക്ക് ചെയ്യാനുള്ള പെൻഡിങ് ആണ്. അപ്പോൾ ഉടനെ പെൻഡിങ് ട്രാൻസാക്ഷൻ ബില്ല് ഇവിടേക്ക് പോവാം, പെൻഡിങ് ട്രാൻസാക്ഷൻ ബില്ലിലേക്ക് പോവാം. അതിൻ്റെ ശേഷം എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ശേഷം ബിൽ നമ്പർ നമുക്കറിയാം, നമ്മൾ അവിടുന്ന് നോട്ട് ചെയ്തതാണ് 20428, അത് ടൈപ്പ് ചെയ്തു.
എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, കുറേ എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ F8 പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തപ്പോൾ ഇവിടെ അങ്ങനെ വന്നു, പ്രോസസ്സിലേക്ക് വന്നു. പ്രോസസ്സ് ക്ലിക്ക് ചെയ്യുക, ഉടനെ ഈ ഏരിയയിലേക്ക് വന്നു. അപ്പോൾ 20428 റീ എക്സ്പോർട്ട് ബയാൻ ഇപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ പോവാണ്. ഉടനെ വേറൊരു ബോക്സിൽ ബയാൻസ് വരും. ഇപ്പോൾ ഇത് സിസ്റ്റം വളരെ അഡ്വാൻസ്ഡ് ആണ്. പണ്ടെല്ലാം ഈ ടൈപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം സെറ്റായിട്ട് കസ്റ്റംസിൽ സബ്മിറ്റ് ചെയ്യണം, ബൈ ഹാൻഡ് സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ശേഷം ഒരുപാട് പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ പ്രിൻ്റ് ചെയ്ത് ഇഷ്യൂ ചെയ്യണം. ഇപ്പോൾ വളരെ ട്രാൻസ്പെറൻ്റ്, വളരെ ഫാസ്റ്റാണ്, സ്പീഡാണ്. ഇതാ ബയാൻ നമ്മളെ മുമ്പിൽ റെഡിയായി. ഓക്കെ, ഇത് ബയാൻ്റെ പ്രിൻ്റ് ഔട്ട്, ഒരു ബയാൻ്റെ ബാക്ക് പേജ്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അവിടെ അടിച്ച ബോക്സിൽ അടിച്ച തഫ്സീൽ വസ്ഫല്ല ഇതാ ഇവിടെ ബയാൻ്റെ ബാക്കിൽ അതേപടി പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടത്? ബയാൻ ഇതാ പ്രിൻ്റ് ബട്ടൺ ഉണ്ട് ഇവിടെ, അത് ഉപയോഗിച്ചിട്ട് പ്രിൻ്റ് അടിക്കുക. ഓക്കെ, നമ്മൾ പ്രിൻ്റ് അടിച്ചു. അതല്ലെങ്കിൽ താഴെ ഉണ്ടാവും ബട്ടണ്, അതാണ് കുറച്ചും കൂടി നല്ലത്. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് താഴെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. ഇതല്ല, ഇതിനേക്കാൾ കുറച്ചും കൂടി എഫക്റ്റീവ് ഇതാണ്. ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കിട്ടും. ഇത് പ്രിൻ്റ് ചെയ്യാനോ അതുപോലെ ഇമെയിൽ അയക്കാനോ അല്ല സിസ്റ്റത്തിൽ സേവ് ചെയ്യാനോ ഈ ഫ്ലോപ്പി പിക്ചർ ഈ ഓപ്ഷന് ഉപയോഗിക്കാം. പ്രിൻ്റ് അടിച്ചു, എന്നിട്ട് നമ്മളെ നെറ്റ്വർക്കിലുള്ള ലോക്കലിലുള്ള പ്രിൻ്റർ ചൂസ് ചെയ്തു. നമ്മളവിടെയുള്ള നെറ്റ്വർക്കിലുള്ള ഒരു പ്രിൻ്റർ ചൂസ് ചെയ്തു. എത്ര കോപ്പീസാണോ? 4 കോപ്പീസ് ആവശ്യമാണ് നമുക്ക്. ഡ്രൈവർക്ക് കൊടുക്കാനുള്ള കോപ്പിയും ഡ്രൈവർക്ക് മോർ ദാൻ 1 കോപ്പി വേണം. അപ്പോൾ ഇവിടെ കോപ്പീസ്, നമ്പർ ഓഫ് കോപ്പീസ് പറയാം, എങ്ങനെയാണ് പ്രിവ്യൂ വരുന്നത് മനസ്സിലാക്കുക. എന്നിട്ട് പ്രിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ യാതാ പ്രിൻ്റ് അയച്ചു. ഇതാ പ്രിൻറ്റിങ് ഡോക്യുമെൻറ്റ്സ്, ബയാൻ്റെ ബാക്ക് പേജ് റെഡിയായി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ വേറെ 3 വിൻഡോസ് ഓപ്പൺ ആവുന്നുണ്ട്. വേറൊരു വിൻഡോയിൽ ബയാൻ്റെ ഫ്രണ്ട് പേജ് ഉണ്ടാവും. ഈ ഫ്രണ്ട് പേജ് ഇതുപോലെ പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റർ ചൂസ് ചെയ്തു, 4 പേജ് പ്രിൻ്ററിലേക്ക് അയച്ചു. ഉടനെ പ്രിൻ്റർ റെഡിയാവും. അപ്പോൾ അത് ഓരോ ബയാനും ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും സെറ്റാക്കിയതിൻ്റെ ശേഷം ഡ്രൈവർക്ക് കൊടുക്കുക. 3 കോപ്പി ഡ്രൈവർക്ക് കൊടുക്കുക, 1 കോപ്പി ഡിഫറെൻ്റ് ആണ്. ഡ്രൈവർ എത്ര കോപ്പി ആവശ്യമുണ്ടാവും, ഓരോ കൺട്രീസും എണ്ണം വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ 4 കോപ്പി വേണ്ടി വരും. ചിലപ്പോൾ ഡ്രൈവറിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ അതിലും കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അത്രയും പ്രിൻ്റ് എടുക്കുക. 1 കോപ്പി നമ്മളെ ഫയലിംഗ് പർപ്പസിന് എടുത്തു വെക്കുക. അപ്പോൾ ഫ്രണ്ട് പേജ് ബാക്ക് പേജും പ്രിൻ്റ് ചെയ്തു. ഇനി നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതലൊരു ഡെബിറ്റ് നോട്ട്, അതായത് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് കട്ടായതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബില്ലും അവിടെ വന്നിരുന്നു. അതും നമുക്ക് അക്കൗണ്ടിങ് പർപ്പസിനോ നമ്മൾ ഓഫീസിലെ പർപ്പസിനോ എടുത്തു വെക്കാം. അത് ഡ്രൈവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നോക്കാം. ഇത്രയാണുള്ളത്. അതോടുകൂടി ബയാൻ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കാം വേറൊരു കാര്യം കൂടി. നമ്മളിപ്പോൾ ഈ ബയാൻ അടിച്ചത് ബയാൻ്റെ റേറ്റ് 270 ആണ്. അപ്പോൾ 270 ദിർഹംസ് ഈ നമ്മളുടെ പ്രീപെയ്ഡ് അക്കൗണ്ടിൽ നിന്നും കട്ടായിട്ടുണ്ടാവും. നോക്കാം. ബയാൻ ഓപ്പൺ ചെയ്തു. ഞാൻ ആ ബയാൻ നമ്പർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലാസ്റ്റത്തേൽ ഇതാ പഴയ വാല്യൂ നിന്നിട്ടും ഈ എമൗണ്ട് കട്ടായത് ബാലൻസ് കാണാം. ഓക്കെ, ഈ ക്ലിപ്സ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അതിൻ്റെ മുമ്പ് നമ്മൾ റിയാസ് ഭായിക്ക് താങ്ക്സ് പറയാൻ മറക്കുന്നില്ല. അവരാണ് ഈ ബയാൻ പ്രിപ്പയർ ചെയ്തതെല്ലാം. ഞാൻ അതിൻ്റെ കമൻട്രി മാത്രമേ പറയുക ചെയ്യുന്നത്. നമ്മൾ എല്ലാ സ്റ്റാഫുകളും ഇത് 1 or 2 പ്രാവശ്യം കാണാം. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു സിംഗിൾ മെയ്ഡിനുള്ള ബയാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ അഡീഷണലായിട്ട് ഒന്നിലധികം മെയ്ഡിനുള്ള ബയാനുകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു പോർഷൻ നമുക്ക് പറയാനുള്ള ആ സാധനങ്ങളെ കുറിച്ചിട്ടാണ്. നോക്കാം. നമ്മളുടെ ഐറ്റംസ്, അതിലുള്ള കണ്ടൻറ്റ് ഇത് ഓരോ ഐറ്റംസും ഇൻവോയ്സിൽ തന്നെ ഉണ്ട്. അറബിക് ഇൻവോയ്സ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ യൂഷ്വലി സാധാരണ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊന്നുമല്ല. അർലിയ സിയാറ, ഷദർ സിയാറ, റിമോട്ട് സിയാറ, അത്തർ സിയാറ, അതായത് വെഹിക്കിൾ ആക്സസറീസ് ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് വേർഡ് പറയുന്നത് അൽ ഹസ്ബൽ ഫാത്തുറ മർഫക്ക, അത് ഇതും കൂടി എഴുതി ചേർക്കണം. കാരണം
അക്കോർഡിംഗ് ടു ദ അറ്റാച്ച്ഡ് ഇൻവോയ്സ്. അതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അക്കോർഡിംഗ് ടു ദ ഇൻ അക്കോർഡൻസ് വിത്ത് ദ അറ്റാച്ച്ഡ് ഇൻവോയ്സ്. നമ്മളൊരു ഇൻവോയ്സ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണെന്ന് സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന വെഹിക്കിൾസിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ 4-5 ദിവസം കൊണ്ട് നിരന്തരം അടിച്ചടിച്ച് നമുക്കത് ബൈഹാർട്ടാക്കാൻ പറ്റും. ഈ ഒരു ഏരിയയെക്കുറിച്ച് നമ്മൾ അധികം ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ക്ലിപ്പ് നിർത്തുന്നു. ഒന്നിലധികം പ്രാവശ്യം ഇത് വാച്ച് ചെയ്യുക. ഫസ്റ്റ് പ്രാവശ്യം വാച്ച് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. ആൻഡ് ലെറ്റ് മീ സ്റ്റോപ്പ് ഫോർ നൗ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.